വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പം ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ അച്ഛനുണ്ട്. അപ്പം ഞങ്ങൾ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഗൈസ്, നമ്മുടെ വെള്ളം തിളച്ച് അപ്പം നമുക്ക് കുറച്ച് ഒണിയനും അപ്പൊ ഗൈസ്, നമുക്ക് ആദ്യമേ തന്നെ ഒണിയൻ വെക്കണം. ഒണിയൻ നമുക്ക് പറയാം. അപ്പോൾ ഒണിയൻ വെച്ച് പിന്നീട് നമ്മൾ ക്യാരറ്റ് വെക്കണം. ഇതൊക്കെ നമുക്ക് കുഞ്ഞൊരു പീസിൽ വെച്ചേക്കണം. ഇതെന്ന് വെച്ചാൽ ഇതിനു വേണ്ടി ഒരു കുറേ വെജിറ്റബിൾ. പിന്നീട് നമ്മൾ ഇതൊക്കെ ഒന്ന് വെച്ച് ഗൈസ്, നമ്മൾ ഇനി ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇനി ഇതിനകത്ത് ഇടണം. എന്നിട്ട് നമുക്ക് എന്തിടണം? ചിക്കൻ ഇടണം ഗൈസ്. ചിക്കനൊക്കെ ഞങ്ങൾ 1, 2, 3 ഇതൊക്കെ ഇട്ട് ചിക്കൻ. അപ്പൊ ഗൈസ്, ഇനി നമ്മൾ ഇടേണ്ടത് 1 സ്പൂൺ ഉപ്പാണ് കേട്ടോ. ഇനി ഗൈസ് 1 സ്പൂൺ പെപ്പർ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമുക്കില്ലേ 30 മിനിറ്റ് വരെ അടച്ചു വെക്കണം. പിന്നീട് നമുക്ക് ഒരു മിഡിൽ ഹോട്ട്, നമുക്ക് ചൂടില്ലേ, ഈ ചൂടങ്ങ് ഒരു മിഡിലാക്കിയാൽ മതി തീയങ്ങ്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഈ അടപ്പ് ഇങ്ങനെ മുകളിൽ വെക്കാനൊന്നും സാധനം ഇല്ലെങ്കിൽ തുറന്നു വെച്ചാലും വേവിച്ചാൽ മതി. അപ്പം ഗൈസ്, നമ്മൾ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെച്ച് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ നന്നായിട്ട് മിക്സാക്കി വെക്കുക. അപ്പോൾ ഗൈസ്, ക്യാരറ്റ് കട്ട് ചെയ്തതുകൊണ്ട്, പിന്നെ നമ്മുടെ ബീൻസ് കട്ട് ചെയ്തതുകൊണ്ട്, പിന്നെ നമ്മളുടെ വെളുത്തുള്ളി കട്ട് ചെയ്തതുകൊണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് എടുക്കാം. ഇനി ഗൈസ്, ചിക്കൻ തണുക്കാൻ വെക്കുക. ഇനി ഗൈസ്, നമ്മൾ ഇതിനകത്തിരിക്കണ വെള്ളം അരിച്ചെങ്ങാണ്ട് വെക്കാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചിക്കൻ തണുത്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചിക്കി ഇടണം. ഇതേ രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തോടെ. നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ടോ വേണമെങ്കിൽ കത്തി കൊണ്ടോ നമുക്ക് ചിക്കൻ വേണമെങ്കിൽ കത്തിയും കൊണ്ട് ചിക്കൻ, വേണമെങ്കിൽ കൈ കൊണ്ട് ചിക്കിയിടാം. നന്നായിട്ട് ചിക്കിയിടണം ഗൈസ്. എന്നാൽ ഈ
ഈ സൂപ്പിനൊക്കെ എന്താ ഒരു രുചി, എന്താ ചിക്കൻ ഇങ്ങനെ എളുപ്പമായിട്ട് ഇങ്ങനെ തിന്നാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെന്താ ചിക്കൻ ഇങ്ങനെ എല്ലാമായിട്ട് കടിച്ച് തിന്നേണ്ടവരായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗൈസ് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ 1 സ്പൂൺ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഗൈസ് അതിനെ ഇതാവട്ടെ വെളിച്ചെണ്ണ. ഇനി ഗൈസ് ഞാൻ പറഞ്ഞ നമ്മുടെ വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഇനി നമ്മുടെ ബീൻസ് ഇടുന്നുണ്ട്. പിന്നീട് നമ്മുടെ ക്യാരറ്റ് സ്ലൈസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അങ്ങ് ഇളക്കാൻ ഇളക്കിക്കൊണ്ടിരിക്കുക.